ഐടോക്സിലേക്ക് സ്വാഗതം. താനാഷാഹി നഹി ചലേഗി, ഏകാധിപത്യം അനുവദിക്കില്ല. ഇതായിരുന്നു ഈ കഴിഞ്ഞ ഡിസംബർ 13 നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിൽ മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യം. പക്ഷെ എന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യം എങ്ങനെയാണ് സാധാരണക്കാർക്ക് ഈ ഒരു പാർലമെന്റ് സമുച്ചയത്തിൽ കയറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു സാധാരണക്കാരൻ ആക്ച്വലി ഒരു പാർലമെന്റിൽ വിസിറ്റർ ആയിട്ട് കയറാൻ കഴിയുന്നതിനുള്ള ക്രൈറ്റീരിയസ് കൊടുത്തിരുന്നത് ലോക്സഭയിലെ ഹാൻഡ്ബുക്കിലാണ്. അങ്ങനെ ഒരു സെക്യൂരിറ്റി ചെക്കിങ്ങും കൂടാതെ എന്റെ അറിവിൽ ഈ ഇടയ്ക്ക് പാർലമെന്റിൽ കടന്നുകൂടിയത് KGF-ലെ റോക്കി ഭായിയാണ്. ഐടോക്സിലേക്ക് സ്വാഗതം. താനാഷാഹി നഹി ചലേഗി, ഏകാധിപത്യം അനുവദിക്കില്ല. ഇതായിരുന്നു ഈ കഴിഞ്ഞ ഡിസംബർ 13 നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിൽ മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യം. 2001 അതായത് 22 വർഷം മുൻപ് ഇതുപോലെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നമ്മുടെ പാർലമെന്റ് സാക്ഷ്യം വഹിച്ചിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ഒരു ഇൻസിഡന്റ്, അതായത് ഡിസംബർ 13 നടന്ന 2023 നടന്ന ഇൻസിഡന്റ് 2001 നടന്ന ടെററിസ്റ്റ് അറ്റാക്കിൽ നിന്നും വേർതിരിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. 2001 ഡിസംബർ 13 നടന്നത് പൂർണ്ണമായും ഒരു ഭീകരാക്രമണമായിരുന്നു. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൈബ ഭീകര സംഘടനകളുടെ 5 അംഗ ചാവേർപ്പട ഇന്ത്യൻ പാർലമെന്റ് സമുച്ചയത്തിൽ കടന്നുകൂടുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വ്യാജ സ്റ്റിക്കർ പതിപ്പിച്ച് അംബാസഡറിൽ കടന്നു വരുന്നു. 30 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന വെടിവയ്പിലൂടെയും ഗ്രനേഡ് അറ്റാക്കിലൂടെയും ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. 9 സുരക്ഷാ സൈനികരെ വധിക്കുന്നു. പ്രത്യാക്രമണത്തിൽ ഈ 5 ഭീകരരെയും നമ്മുടെ സുരക്ഷാ സൈന്യം വധിക്കുന്നുമുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഡിസംബർ 13 സാധാരണക്കാരായ 6 പേർ നമ്മുടെ ലോക്സഭാ ചേംബറിൽ കടന്നു വരുന്നു. ടു മേക്ക് ദ ഡെഫ് ഹിയർ എന്നുള്ള രീതിയിൽ ഏപ്രിൽ 8, 1929 ഭഗത് സിംഗും കൂട്ടാളികളും സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നടത്തിയ ബോംബിങ്ങിനെ അനുകരിക്കുന്ന രീതിയിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇതിൽ 2 പേർ സന്ദർശക പാസ് എടുത്ത്, വിസിറ്റേഴ്സ് പാസ് എടുത്ത് നമ്മുടെ ലോക്സഭാ ചേംബറിൽ കൂടിയവരാണ്. മൈസൂരു ലോകസഭാംഗമായ പ്രതാപ് സിംഹയുടെ ശുപാർശയിൽ സന്ദർശന പാസ് ലഭിച്ചവരാണ് 2 പേരും. പക്ഷെ എന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യം എങ്ങനെയാണ് സാധാരണക്കാർക്ക് ഈ ഒരു പാർലമെന്റ് സമുച്ചയത്തിൽ കയറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്കറിയാം, നീറ്റ് എക്സാമിന് പോകുമ്പോൾ പോലും കുട്ടികൾ നേരിടുന്ന ഹൈ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. അങ്ങനെ ഒരു സെക്യൂരിറ്റി ചെക്കിങ്ങും കൂടാതെ എന്റെ അറിവിൽ ഈ ഇടയ്ക്ക് പാർലമെന്റിൽ കടന്നുകൂടിയത് KGF-ലെ റോക്കി ഭായിയാണ്. അപ്പൊ എങ്ങനെയായിരിക്കും ഒരു സാധാരണക്കാരന് നമ്മുടെ പാർലമെന്റിൽ കയറാൻ കഴിയുന്നത്? ഒരു സാധാരണക്കാരൻ ആക്ച്വലി ഒരു പാർലമെന്റിൽ വിസിറ്റർ ആയിട്ട് കയറാൻ കഴിയുന്നതിനുള്ള ക്രൈറ്റീരിയസ് കൊടുത്തിരുന്നത് ലോക്സഭയിലെ ഹാൻഡ്ബുക്കിലാണ്. അത് ആക്ച്വലി നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ്. ലോക്സഭയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ്ബുക്ക് അവൈലബിൾ ആണ്. അതിൽ പറയുന്നത് 2 രീതിയിലാണ് നമുക്ക് ലോക്സഭയിൽ ആസ് എ വിസിറ്റർ നമുക്ക് കയറാൻ കഴിയുന്നത്. ഒന്ന്, യെല്ലോ കളേർഡ് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ MP-നെ അപ്രോച്ച് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ വഴി, അതായത് ആ ഹാൻഡ്ബുക്കിൽ പറയുന്നത് MP-യുടെ സർട്ടിഫിക്കേഷൻ വേണമെന്നാണ്. അതായത് MP എനിക്ക് അറിയാവുന്ന ആളാണ്, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ അക്വൈന്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്റെ റിലേറ്റീവ് ആണ് എന്നൊരു ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള സർട്ടിഫിക്കേഷനോട് കൂടി അറ്റാച്ച് ചെയ്തിട്ട് നമ്മളത് സെൻട്രൽ പാസ് ഇഷ്യൂ സെല്ലിന് ഫോർവേഡ് ചെയ്യുകയാണ്. അത് അവർ പറയുന്നത് ആസ് പെർ ദ പ്രൊസീജിയർ 4 PM നമ്മൾ ഏത് ദിവസമാണോ ലോക്സഭ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ തലേ ദിവസം 4 PM വരെ നമുക്ക് അതിന്റെ പാസ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുവരെ നമുക്ക് അത് ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഇനി അതല്ലാണ്ട് എമർജൻസി സിറ്റുവേഷൻസിൽ ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പം ഇന്ന് തന്നെ നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു പോസിബിലിറ്റിയാണ് റെഡ് കളർഡ് ആപ്ലിക്കേഷൻ. അപ്പൊ അങ്ങനെയുള്ള ക്രൈറ്റീരിയാസിൽ പക്ഷേ സെക്യൂരിറ്റി കണ്ടീഷൻസ് കുറച്ചുകൂടി സ്ട്രിഞ്ചന്റ് ആയിരിക്കും. അങ്ങനെ വരുന്നത് അഡീഷണൽ ആയിട്ട് നമ്മുടെ ഡെപ്യൂട്ടി ലീഡർ അല്ലെങ്കിൽ പാർട്ടി വിപ്പിന്റെ റെക്കമെൻഡേഷൻ കൂടെ വേണം. അത് കൂടാണ്ട് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുന്നത് ജോയിന്റ് സെക്രട്ടറിക്ക് ആയിരിക്കും. ഈ ഒരു ഡിഫറൻസ് ആണ് ഈ 2 ക്രൈറ്റീരിയസിൽ വരുന്നത്. പക്ഷേ ഈ 2 ക്രൈറ്റീരിയസ് ആണ് ഇതിലുള്ളത്. ഇത് നിലനിൽക്കെ പൊതുവെ വരുന്ന ഒരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ആർക്കും അല്ലെങ്കിൽ ഒരു വിസിറ്ററിന് കടന്നു കയറാമെങ്കിൽ ഈവൻ ഫോർ ഫോറിൻ നാഷണൽസ് ആണെങ്കിൽ പോലും നമുക്ക് കയറാൻ പറ്റുമെന്നാണ് ഹാൻഡ്ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. കാരണം പാസ്പോർട്ട് നമ്പർ പറഞ്ഞാൽ മതി. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിലനിൽക്കെ MPസിന്റെ പ്രൈവസിയും അല്ലെങ്കിൽ അവരുടെ പ്രിവിലേജസ് അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സ് അവിടെ വൾണറബിൾ ആവുന്നതിൽ എന്തൊരു ചോദ്യം വരുന്നുണ്ട്. എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യപ്പെടും എന്ന് പറയുന്ന ഒരു കാര്യമല്ലേ. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 105 തന്നെ ഇന്ത്യൻ പാർലമെന്റ് മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള റൈറ്റ്സ് അല്ലെങ്കിൽ പ്രിവിലേജസിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് റൂൾസ് ഓഫ് പ്രൊസീജിയർ, കണ്ടക്ട് ഓഫ് ബിസിനസ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ. അപ്പൊ ഇവിടെ ഈ റൂൾസ് ഓഫ് പ്രൊസീജിയർ 248 തൊട്ട് 252 വരെ ഉള്ള റൂൾസിൽ ശരിക്കും ഈ റൈറ്റ്സ് ടു എക്സ്ക്ലൂഡ് ദ സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്ന കാര്യത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ സീക്രട്ട് സിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ നിലനിൽക്കുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി ഇന്ത്യൻ പാർലമെന്റ് അങ്ങനെ ഒരു പ്രൊവിഷൻ ഇതുവരെയും ഉപയോഗിച്ചിട്ടില്ല. 2007 ഛത്തീസ്ഗഡ് നിയമസഭാ അസംബ്ലിയിലാണ്
നക്സൽ ഇഷ്യൂവിനെ പറ്റി സംസാരിക്കുമ്പോൾ സീക്രട്ട് സിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഉപയോഗിച്ചത്. അപ്പോൾ ഇങ്ങനെ ഉള്ള പ്രിവിലേജസ് ആക്ച്വലി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വഴിയും ഇപ്പൊ ഞാൻ പറഞ്ഞ പല ഘടകങ്ങളിലൂടെയും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സും കൂടാതെ കോൺസ്റ്റിറ്റ്യൂഷൻ അധികമായി കൊടുത്തിരിക്കുന്ന ഈ റൈറ്റ്സും പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കൂട്ടി വായിക്കപ്പെടേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാവും യങ്സ്റ്റേഴ്സ് ഇങ്ങനെയുള്ള മെത്തേഡ്സ് പ്രതിഷേധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം മൂവീസ് കണ്ടിട്ടുള്ള ആ ഒരു സ്വാഗ് എഫക്റ്റ് ആണോ, എന്തായിരിക്കും ഇങ്ങനെയുള്ള പ്രതിഷേധ മെത്തേഡ്സുകൾ, പ്രതിഷേധ പരിപാടികൾ അങ്ങനെ കൊണ്ടുവരാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം? നമുക്കിതിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം, ഇതിൽ ഏതൊരു ഇൻസിഡന്റിനും നമുക്കൊരു പുഷ് ഫാക്ടറും ഒരു പുൾ ഫാക്ടറും പറയാൻ കഴിയും. ഈ ഒരു ഇൻസിഡന്റിൽ നമുക്ക് പറയുവാണെങ്കിൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ, അതായത് നമുക്ക് അധികം ഡീറ്റെയിൽസ് അവൈലബിൾ അല്ല, എന്നാലും വിത്ത് ദ ലിമിറ്റഡ് ഇൻഫർമേഷൻ ദാറ്റ് വി ഹാവ്, അതിൽ ഒരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലളിത് ഝാ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹം ആക്ച്വലി അയാളുടെ നാട്ടിലെ ഒരു ട്യൂഷൻ ടീച്ചറാണ്. ഒരുപാട് എംപ്ലോയ്മെന്റ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പുള്ളി തേടി നടന്നിട്ട് കിട്ടാതെ വന്നപ്പോൾ ഉള്ളൊരു ഫ്രസ്ട്രേഷൻ ആയിരിക്കാം എന്ന് പല റിപ്പോർട്ട്സും പറയുന്നുണ്ട്. ഇത് കൂടാണ്ട് പല ഒപ്പോസിഷൻ ലീഡേഴ്സും ഇങ്ങനെ ഒരു തിയറി വെക്കുന്നുണ്ട്. ഇതല്ലാണ്ട് നമുക്ക് പറയുവാണെങ്കിൽ നീലം ദേവി എന്നൊരു സ്ത്രീ ഉണ്ട്. അദ്ദേഹം 35 വയസ്സ് ഉള്ള ഒരു സ്ത്രീയാണ്. അദ്ദേഹം ഒരുപാട് അൺഎംപ്ലോയ്മെന്റിനെതിരെ, അതായത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന അൺഎംപ്ലോയ്മെന്റിനെതിരെ സംസാരിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ ഇതൊരു പുഷ് ഫാക്ടർ ആണ് എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. അതായത് യൂത്തിന്റെ എന്തൊക്കെയാണ് അവരുടെ ഡിമാൻഡ്സ്, അവരുടെ നെസസിറ്റീസ് എന്തൊക്കെയാണ്, അത് ഭരണകൂടം പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നൊരു കണ്ടീഷൻ നമുക്കിവിടെ വരുന്നുണ്ട്. അത് കൂടാണ്ട് പുൾ ഫാക്ടേഴ്സ് ഉണ്ട്. ഇന്ത്യ പോലൊരു ഡൈവേഴ്സ് നേഷനകത്ത് ഒരുപാട് ഐഡിയോളജീസും ഒരുപാട് എക്സ്ട്രീം ഐഡിയോളജീസ് അല്ലെങ്കിൽ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിന്റെ ഒക്കെ പ്രസൻസ് ഒരുപാട് ഡീപ്ലി എൻട്രൻസ്ഡ് ആണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ യൂത്ത് ആയിരിക്കും ഏറ്റവും പെട്ടെന്ന് ഇതിന് വൾണറബിൾ ആയിട്ട് അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്നത്. അങ്ങനൊരു പ്രത്യേകിച്ച് എടുത്തു പറയുവാണെങ്കിൽ JNK പോലൊരു സ്ഥലത്ത് ഡെവലപ്മെന്റ് ഡെഫിസിറ്റ് എന്നൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പം ചില ഏരിയാസിൽ ഒരുപാട് ഡെവലപ്മെന്റ് വരികയും എന്നാൽ ചില ഏരിയാസിൽ ഡെവലപ്മെന്റ് വരാതിരിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും അവിടെ വരുന്ന ഒരു ഡിസ്പാരിറ്റി, ഇതുപോലുള്ള എലമെന്റ്സ് ഒക്കെ തികച്ചും ഒരു ഫാക്ടർ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതൊരു പൂർണ്ണമായിട്ടൊരു സെക്യൂരിറ്റി വീഴ്ചയാണ് അല്ലെ. അപ്പോ നമ്മുടെ സെക്യൂരിറ്റി സ്ട്രക്ചറിനെ പറ്റി, ആർക്കിടെക്ചറിനെ പറ്റി നമ്മളൊന്ന് കൺസേൺ ആവേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഡിസംബർ 13 മുന്നേ തന്നെ സിക് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന പ്രൊഹിബിറ്റഡ് ഓർഗനൈസേഷൻ ഓൾറെഡി ഒരു വാർണിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്തും എന്നുള്ള രീതിയിലൊക്കെ. അപ്പൊ ആ ഒരു അലേർട്ടൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യാതെ പോയോ? നമ്മളുടെ ഇടയിൽ ഉണ്ട്. എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ സുരക്ഷ കുറച്ചും കൂടി ശക്തമാക്കപ്പെടേണ്ട ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് എഗെയിൻ എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തായിരിക്കും ഇതിൽ എന്തായാലും പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു സെക്യൂരിറ്റി ആർക്കിടെക്ചറിന്റെ ഒരു വീഴ്ച തന്നെയാണ് ഇത് നടക്കാനൊരു കാരണം. നമ്മൾ വിസിറ്റേഴ്സിനെ അലോ ചെയ്താൽ കൂടി നമ്മുടെ സ്ക്രീനിങ് പ്രോസസ് പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻസിഡൻസ് ഒഴിവാക്കാമായിരുന്നു. സ്പെഷ്യലി നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ലോക്സഭയിലെ സ്ക്രീനിങ് നമ്മുടെ പുതിയ അപ്ഗ്രേഡഡ് ബിൽഡിംഗ് ആണെങ്കിൽ കൂടെ നമ്മുടെ സ്ക്രീനിങ് പ്രോസസ് ഒന്നും മാറുന്നില്ല. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കേസ് ആണെങ്കിൽ കൂടെ ഇവിടെ വന്നിട്ടുള്ള ഈ 2 പേർ, ഈ അതിക്രമിച്ച് കയറിയ 2 പേർ അവരുടെ ഷൂവിനുള്ളിൽ കാനിസ്റ്റർ വെച്ചിട്ടാണ് അകത്തേക്ക് കയറുന്നത്. അപ്പം ഷൂ ചെക്ക് ചെയ്യുന്നില്ല എന്നത് ഒബ്വിയസ് ആണ്. അത് പല ജേർണലിസ്റ്റും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സ്ക്രീനിങ് പ്രോസസ് ഒന്നാമത് പ്രോപ്പർ അല്ല. പിന്നെ സെക്യൂരിറ്റി ആർക്കിടെക്ചറിന് വേണ്ടിയിട്ടുള്ളത് നമുക്ക് പാർലമെന്റിലാണെങ്കിലും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി ആക്ച്വലി കമ്പോസസ് ഓഫ് ബോത്ത് ലോക്സഭ ആൻഡ് രാജ്യസഭ മെമ്പേഴ്സ്. അപ്പൊ അത് കുറച്ച് ബൈപാർട്ടിസൺ കമ്മിറ്റിയാണ്. ബട്ട് ഇറ്റ് ഓൺലി ഹാസ് ദ പവർ ടു മേക്ക് റെക്കമെൻഡേഷൻസ്. അപ്പം ആ ഒരു രീതിയിലേക്ക് ഒരു കോൺക്രീറ്റ് ആക്ഷൻ എടുക്കാനുള്ള ഒരു പ്രോപ്പർ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു ബില്ല് അവിടെ ലാക്ക് ചെയ്യുന്നു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അത് മാത്രമല്ല ടെക്നിക്കൽ ലക്വിനേസ് ഉണ്ട്. അതായത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ കാണില്ല. അത് മാത്രമല്ല ദ ഫോഴ്സസ് ദാറ്റ് ആർ പാർട്ടേക്കിംഗ് ഇൻ ദിസ് സെക്യൂരിറ്റി ആർക്കിടെക്ചർ, അവർ തമ്മിലുള്ള കോർഡിനേഷൻ, ഇതുപോലെ ഒരുപാട് മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ടെന്ന് തന്നെ വേണം നമുക്ക് പറയാനായിട്ട്. നമ്മൾ ഇതിന്റെ സൊല്യൂഷനെ പറ്റി ഇതിന്റെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഇത് റിപ്പീറ്റ് ആകുമോ, അപ്പൊ ഇത് റിപ്പീറ്റ് ആവാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നൊരു കാര്യം. അപ്പൊ അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റാന്നുള്ളത് ഒരു വരുന്നൊരു ചോദ്യം തന്നെയാണ്. അതെ, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ MPസിന്റെ സ്ക്രീനിങ് അത് അത്രയും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ വിസിറ്റേഴ്സിന്റെ സ്ക്രീനിങ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അപ്പൊ അതിന് പൂർണ്ണമായിട്ടും നമ്മൾ ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ് കൊണ്ടുവരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോ പ്രത്യേകിച്ച് ഈ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിനൊക്കെ തന്നെ ഇപ്പൊ ഇതൊരു ബൂസ്റ്റ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇനി നമ്മളൊരു അലേർട്ട് വരുത്താനായിട്ട് മോക്ക് ഡ്രിൽസുകൾ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അതൊന്ന് റിവൈസ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതുപോലെ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി അടങ്ങുന്ന ഡോക്യുമെന്റ് ഉണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ നമ്മൾ കുറച്ചും കൂടി റിന്യൂ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. സെക്യൂരിറ്റി ആംഗിൾ നമ്മൾ ഇത് പറഞ്ഞു വെക്കുമ്പോൾ തന്നെ
ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു സഹകരണം ഇവിടെ ആവശ്യമുണ്ട്. ഇപ്പൊ തന്നെ 141 എംപിമാരെ സസ്പെൻഷൻ നടത്തപ്പെട്ടു. മാത്രമല്ല പ്രതിപക്ഷം ഭരണപക്ഷത്തെ ഇതിന്റെ പേരിൽ വിമർശിക്കുന്നുമുണ്ട്. അപ്പൊ ഇതെല്ലാം മാറ്റി നിർത്തി 2001 നമ്മൾ കണ്ടത് വലിയൊരു ഉദാഹരണമായിരുന്നു. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് ചേർന്ന് നാഷണൽ സെക്യൂരിറ്റി എന്ന വലിയൊരു കാര്യത്തെ അവർ അഡ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലുള്ള ഒരു പ്രതീകാത്മകത നമുക്ക് ഇവിടെയും വേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഡെഫിസിറ്റ് നേരിടുന്ന അൺഎംപ്ലോയ്മെന്റ് പോലുള്ള വിഷയത്തെ നമ്മൾ പല പ്ലാറ്റ്ഫോമുകളും കൊണ്ടുവന്ന് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. സ്കിൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, അങ്ങനെയുള്ള പല പദ്ധതികളും നമുക്ക് നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ പ്രൈം മിനിസ്റ്ററിന്റെ പ്രഗതി പ്ലാറ്റ്ഫോം സിറ്റിസണുമായിട്ട് നേരിട്ട് ഇടപെട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു മാതൃക നമുക്ക് പറയാൻ പറ്റും. കേരള പ്ലാനിംഗ് ബോർഡ് ഓൺലൈൻ ഹണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്ന് യൂത്തിന്റെ ഇടയിൽ നിന്നും ഐഡിയാസും അല്ലെങ്കിൽ ഇന്നോവേഷൻസും ഒക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ യൂത്തിന്റെ പ്രോബ്ലം എന്താണെന്ന് അവരോട് തന്നെ സമ്മതിച്ച് അവരെ ഈ ഒരു പ്ലാനിംഗ് പ്രോസസ്സിലോട്ടും ഇംപ്ലിമെന്റേഷൻ പ്രോസസ്സിലോട്ടും പിന്നെ പാർലമെന്റിന്റെ ഈ ഒരു പൊളിറ്റിക്കൽ ലെയറിലോട്ടും കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. ഇത് കൂടാതെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്റേണൽ ഡെമോക്രസി വിത്തിൻ ദ പാർട്ടീസ്. അതായത് പല പൊളിറ്റിക്കൽ പാർട്ടീസിലും നമുക്ക് ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ഒരു കാര്യമാണ്, എല്ലാ പൊളിറ്റിക്കൽ പൊസിഷൻസിലും ഓൾമോസ്റ്റ് ആവറേജ് ഏജ് എടുക്കുകയാണെങ്കിൽ ഒരു കൺസിഡറബിളി ഓൾഡർ ആയിരിക്കും. പക്ഷേ പല വെസ്റ്റേൺ ഡെമോക്രസീസിൽ, അതായത് മെച്യൂർ ഡെമോക്രസീസിൽ നമുക്ക് കാണാൻ കഴിയും അവിടെ കുറച്ചും കൂടെ യൂത്ത് എനർജിയാണ് പാർലമെന്റിൽ അല്ലെങ്കിൽ അവരുടെ ലോ മേക്കിംഗ് പ്രൊസീജിയറിൽ നിലനിൽക്കുന്നത്. ഇവൻ പോളിസി മേക്കിങ്ങിലായാലും പോളിസി ഇംപ്ലിമെന്റേഷനിലായാലും. അപ്പൊ ഈ ഒരു കാര്യം മാറുവാണെങ്കിൽ, അതായത് യൂത്തിന്റെ ആസ്പിറേഷൻസും അവരുടെ ഡിമാൻഡും കുറച്ചും കൂടെ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്കും പോളിസി മേക്കിങ്ങിലേക്കും ഇന്റഗ്രേറ്റ് ആവുന്ന ഒരു മൊമെന്റിലായിരിക്കണം കുറച്ചും കൂടെ കോർഡിനേഷൻ വരിക. എന്നാലാണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ക്യാറ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ഇനി ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാവാതിരിക്കാനും സെക്യൂരിറ്റി ബ്രീച്ച് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഭരണാസുര തന്ത്രങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും എല്ലാ പൗരന്മാരും ഹൈറാർക്കിയിൽ ഇരിക്കുന്നവർ മാത്രമല്ല ഓരോ പൗരനും നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിയിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എല്ലാ സ്റ്റെപ്സും എടുക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം, അല്ലെ? ഐറ്റോക്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Come and join iLearn IAS and feel the difference.